അതായത് അഭിമന്യ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് ഈ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ പെൺകുട്ടികൾ വശീകരിക്കപ്പെട്ട് അവരുടെ ജീവിതങ്ങൾ താറുമാറായി പോകുവാനുള്ള സാഹചര്യത്തെക്കുറിച്ച്, നമ്മുടെ കുട്ടികൾ ലഹരിക്ക് അടിമകളായി അധപ്പതിക്കുവാൻ ഇടയാകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സംസാരിച്ചു. ആ മുന്നറിയിപ്പ് അത് സഭയുടെ മുന്നറിയിപ്പ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല. ആ മുന്നറിയിപ്പിനോട് നമ്മുടെ സിറോ മലബാർ സഭയുടെ എല്ലാ പിതാക്കന്മാരും, കേരളത്തിലെ സഭയിലെ പിതാക്കന്മാരും അതുപോലെ തന്നെ ഭാരതത്തിലെ സഭയിലെ പിതാക്കന്മാരുമൊക്കെ യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മക്കളെ വളരെയേറെ ജാഗ്രതയോടുകൂടി കാത്തു സൂക്ഷിക്കണം. പ്രത്യേകിച്ച് അവർക്ക് യൗവനത്തിലേക്ക് കടന്നു പോകുന്ന നാളുകളിൽ അവർക്ക് നല്ല മാർഗദർശനം കൊടുക്കണം. അവർ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കണം. ഒരിക്കലും നിങ്ങളെല്ലാം ഭംഗിയായി നടന്നുകൊള്ളുമെന്ന് വെച്ച് മാറി നിൽക്കേണ്ടവരല്ല. മക്കളെ വെറുതെ കൈവിട്ട് വിടരുത്. അവരെ നമ്മുടെ എല്ലാ പരിപാലനത്തിലും കാത്തു സൂക്ഷിക്കണം. നല്ല ജാഗ്രത, നല്ല വിവേകം, നല്ല മാർഗദർശനം എല്ലാ മക്കൾക്ക് കിട്ടണം. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തെ, ശരീരത്തെയും മനസ്സിനെയും എല്ലാം അധപ്പതിപ്പിക്കുന്ന ലഹരിയുടെ ഉപയോഗം ഒരിക്കലും അവർ അതിന് വിധേയരാകാതിരിക്കാൻ നിങ്ങളെ ശ്രദ്ധിക്കണം. അതുപോലുള്ള പല പല തിന്മകളും നമുക്കറിയാം, ലോകത്തിൽ ഇന്നുണ്ട്. മാധ്യമ ലോകം നൽകുന്നത് മാത്രമല്ല, യഥാർത്ഥമായ സത്യമെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയണം. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം അപ്പാടെ വാരി വിഴുങ്ങാതെ അവയുടെ സൽഫലങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമരംഗത്ത് സഭയുടെ സന്ദേശവും ജീവിതത്തിലെ എല്ലാവിധ നന്മകളും പ്രസരിപ്പിക്കുവാൻ അവർക്കും സാധിക്കട്ടെ. അവരുടെ സാങ്കേതികമായ വിദ്യകൾ വികസിക്കട്ടെ. ഇത് ഈ ലോകത്തിൻ്റെ പുരോഗതിക്കും സഭയുടെ നന്മയ്ക്കും ഉപകരിക്കുന്ന രീതിയിൽ അവയെല്ലാം വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ എന്ന് തന്നെയാണ് സഭയുടെ ആഗ്രഹം. അതിനായിട്ട് നിങ്ങൾ കൂട്ടുനിൽക്കണം. വൈദികരും സമർപ്പിതരും പ്രത്യേകിച്ച് കൂട്ടുനിൽക്കണം. മാതാപിതാക്കന്മാർ അവരോടൊപ്പമായിരിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ നമ്മൾ ഒന്നിച്ച് നടക്കേണ്ടവരാണ്. ഒന്നിച്ചുള്ള നടപ്പിൽ ഒന്നിച്ചുള്ള ചിന്തയുണ്ട്, ഒന്നിച്ചുള്ള സംസാരമുണ്ട്, ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിന് ഒന്നിച്ചൊരു വിജയം ലഭിക്കും. ഒറ്റപ്പെട്ടു പോയാൽ ദൂതന്മാരുടെ ജീവിതമായിരിക്കും നമ്മുടേത്. അതിനാൽ ആരും ഒറ്റപ്പെടാതെ കുടുംബത്തിലെ ഐക്യത്തിൽ, ഇടവകയുടെ ഐക്യത്തിൽ, സഭയുടെ ഐക്യത്തിൽ മുന്നേറുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, സഭയിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ അഭയം നേടുക. ഇത് നമ്മുടെ ഭാഗധേയമാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. അത് ശരിയുമാണ്. സഭയുടെ സന്ദേശമാണ്, സുവിശേഷ സന്ദേശമാണ്. ആ ഭാഗധേയത്തിലൂടെ കടന്നു പോകുമ്പോൾ വേദനകളുണ്ടാകും, തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷണ നടപടികളുണ്ടാകും. അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കൂട്ടായ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള മാർഗദർശനങ്ങളുണ്ടാകും. ശിക്ഷണ നടപടികൾ സഭയിലുള്ളതായതുകൊണ്ട് അത് കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടി ഉള്ളതായിരിക്കും. കർത്താവ് ഫരിസേയരോട്, കപടനാട്യക്കാരോട് അതികർക്കശമായ ഭാഷയിൽ രോഷാകുലനായി തന്നെ സംസാരിച്ചു. നിങ്ങൾക്ക് കഷ്ടം എന്ന് പറഞ്ഞു. കാപഠ്യമാണ് കർത്താവ് വെറുക്കുന്ന ഏറ്റവും വലിയ പാപം. മറ്റു പാപങ്ങൾ കർത്താവ് വെറുക്കുന്നുവെന്ന് വരികിലും കാപഠ്യമുള്ളവരോട് കർത്താവ് അതികർശനമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാപഠ്യത്തെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് അകറ്റാം. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും, സഭയുടെ വക്ഷസിൽ ഒന്ന് പറയുകയും ലോകത്തിനോട് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ കാപഠ്യഭാവം വ്യക്തികളിലും സമൂഹങ്ങളിലും ഇടവകകളിലും കുടുംബങ്ങളിലും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. തെറ്റ് ചെയ്യുന്നവരെ കാരുണ്യത്തോടു കൂടി നമ്മൾ തിരുത്തുമ്പോൾ കർത്താവായ ഈശോ തന്നെ ഒറ്റിക്കൊടുത്തവനായ യൂദാസിനോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കണം. സഹോദര, നീ ഒരു ചുംബനം കൊണ്ടാണോ എന്നെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന്. അത്രമാത്രം കാരുണ്യം വഴുകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷാപരമായ വചനം പറഞ്ഞ കർത്താവായിരിക്കണം അക്കാര്യത്തിൽ നമുക്ക് മാർഗദർശനം നൽകുന്നത്. അത് സഭ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അല്പസ്വല്പം നിരാശ തോന്നിയെന്ന് വരാം. ഒന്നുമില്ല, സഭയിലെല്ലാം കർത്താവിൻ്റെ കൃപയാൽ അതിൻ്റേതായ രീതിയിൽ വിജയത്തിലെത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. കുരിശിലേറി മരിച്ചവൻ ഉത്ഥാനം ചെയ്തതുപോലെ ഈ സഭയും ഇതുപോലുള്ള ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയാലും അവസാന വിജയം കർത്താവിനോടൊപ്പം നമുക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ സഭാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ
വിവേകത്തോടുകൂടി തിരുത്തലുകൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങളുടെ നവീകരണ വർഷം നിങ്ങൾക്കും നമ്മുടെ ഈ ഇടവകയ്ക്ക് മുഴുവനും ഇവിടെ വരുന്ന തീർത്ഥാടകർക്കും സീറോ മലബാർ സഭയ്ക്കും ഒരു നവീകരണത്തിൻ്റെ അലയടിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തുതി.